കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. റിലയൻസ് ജിയോയുടെ ഒരു ഫീച്ചർ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം 2 മാസത്തിനുള്ളിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യും. ഈ ഫോണിനെ കുറിച്ചുള്ള ഒരുപാട് ന്യൂസുകൾ നമുക്ക് പല വെബ്സൈറ്റുകളിൽ നിന്നായിട്ട് ലഭിക്കും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഫീച്ചർ ഫോണിനെ കുറിച്ച് എനിക്ക് ലഭിച്ച ചില വിവരങ്ങൾ, ചില ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ 4G സർവീസ് പ്രൊവൈഡ് ചെയ്തു, ഫ്രീ ആയിട്ട് 4G സർവീസ് പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം റിലയൻസ് ജിയോയുടെ ലൈവ് ഫോണുകൾ വന്നിരുന്നു. അതിൽ ഒരുപാട് വില കുറച്ച ഫോണുകൾ, നമുക്ക് 4G സപ്പോർട്ടുള്ള ഫോണുകൾ ലഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ റിലയൻസ് ജിയോയുടെ ചാനലുകൾ ലഭിക്കുന്ന സെറ്റപ്പ് ബോക്സ് നമുക്ക് അധികം താമസിക്കാതെ തന്നെ ഈ മാസത്തോടെ ലോഞ്ച് ചെയ്യും. ഇപ്പോൾ അതിനുശേഷം റിലയൻസ് ജിയോയുടെ ഒരു ഫീച്ചർ ഫോൺ വരികയാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് നമുക്ക് നൽകുന്ന ഒരു ഫോൺ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിന്റെ ചില ഫീച്ചറുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഡിസൈൻ. ഇതിന്റെ ഡിസൈനെ കുറിച്ച് പല വെബ്സൈറ്റുകളിലും വന്നിരുന്നത് ഇതൊരു ഫ്ലിപ്പ് മോഡൽ ഫോൺ ആയിരിക്കും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത് സാധാരണ നമ്മൾ വാങ്ങുന്ന നോർമൽ ഫോൺ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമുള്ള കാര്യം 4G സപ്പോർട്ടഡ് ആണ് ഈ ഫോൺ. ഒരു ഫീച്ചർ ഫോണിൽ 4G സപ്പോർട്ടഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ 4G സിം ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫോൺ ഒരു 4G സപ്പോർട്ടഡ് ഫോൺ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ വോൾട്ടി സപ്പോർട്ടും വോൾട്ടി വോയിസ് കോളിംഗ് സപ്പോർട്ടും ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് 4G സിം ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് റിലയൻസ് ജിയോ നൽകുന്ന സർവീസ് യൂസ് ചെയ്യാൻ സാധിക്കും, ഫ്രീ കോളിംഗ്സ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഹോട്ട്സ്പോട്ട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫോൺ ആയിരിക്കും. നമ്മളൊരു 4G സിം ഈ ഫോണിൽ ഉപയോഗിച്ച് നമുക്ക് ഹോട്ട്സ്പോട്ടിലൂടെ മറ്റ് ഡിവൈസുകൾ ഷെയർ ചെയ്യാൻ സാധിക്കും, മറ്റു ഡിവൈസുകളിലേക്ക് ഇന്റർനെറ്റ് ഷെയർ ചെയ്യാൻ സാധിക്കും. അത് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഫീച്ചർ ഫോണിൽ ഇതേപോലെയുള്ള ഓപ്ഷനുകൾ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ ലഭിക്കുന്നത് ഒരു ഫീച്ചർ ഫോണിൽ നമുക്കറിയാം, ഹാർഡ്വെയർ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ ഫോണിൽ കസ്റ്റമൈസ്ഡ് ജാവ OSലായിരിക്കും ഒരുപക്ഷെ ഈ ഫോൺ വർക്ക് ചെയ്യാൻ പോകുന്നത്. അടുത്തത് ഇതിലുള്ള ആപ്ലിക്കേഷനുകൾ. ഇതിലെനിക്ക് തോന്നുന്നു ഇൻബിൽഡ് ആയിട്ടുള്ള നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂബർ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഇൻബിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കും. പ്രൈസിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം നോക്കിയയുടെ 3310 ഒക്കെ വരാൻ പോകുന്നത് 3000 രൂപയുടെ മുകളിലോട്ടാണ് ആ ഫോണിന്റെ റേറ്റ് വരാൻ പോകുന്നത്, നോക്കിയയുടെ ഫീച്ചർ ഫോണുകൾ. എന്നാൽ ഇതിന്റെ പ്രൈസിങ് 1000 തൊട്ട് 1500 വരെ ആയിരിക്കും ഇതിന്റെ റേഞ്ച് വരുന്നത്. ഈ ജിയോയുടെ ഫീച്ചർ ഫോണിന്റെ റേഞ്ച് നമുക്ക് 1500 രൂപയുടെ ഉള്ളിൽ ഈ ഫോൺ വാങ്ങാൻ സാധിക്കും. ഇതിന്റെ ലോഞ്ചിങ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ജൂൺ ലാസ്റ്റോട് കൂടി ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു നോക്കിയയുടെ 3310 ഒക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ജിയോയുടെ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. എന്തായാലും ഒരു ഫീച്ചർ ഫോണിൽ ഇത്രയും സ്പെസിഫിക്കേഷനുകൾ കൊണ്ടുവന്നിട്ട് ജിയോ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യയിലെ നമ്പർ 1 ഫീച്ചർ ഫോണായിട്ട് ജിയോയുടെ ഈ ഫോൺ മാറാൻ സാധ്യതയുണ്ട്. ഇത് തികച്ചും ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷനുകളാണ്. ഒരുപക്ഷെ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഫോണിനെ കുറിച്ചുള്ള ഒരു കാര്യവും റിലയൻസ് ജിയോ ഇതുവരെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം. കാരണം ഇതേപോലെയുള്ള ഒരുപാട് ലീക്ക് ആകുന്ന ഇൻഫർമേഷനുകൾ, വളരെ കറക്റ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷനുകളെല്ലാം തന്നെ ഫോണുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതും 100% വിശ്വസിക്കാം. ഈ ഫോണിന് 4G വോൾട്ടി സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഹോട്ട്സ്പോട്ട് സിസ്റ്റം ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയത്, റിലയൻസ് ജിയോയുടെ എല്ലാ ആപ്ലിക്കേഷനുകളും ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. റിലയൻസ് ജിയോയുടെ എല്ലാ ആപ്ലിക്കേഷനുകളും ഇതിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുകൂടെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ പ്രൈസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 1000 മുതൽ 1500 രൂപയുടെ ഇടയിൽ നമുക്കൊരു വോൾട്ടി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോൺ ലഭിക്കുക, 4G സപ്പോർട്ടഡ് ഫോൺ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഹോട്ട്സ്പോട്ട് ഷെയറിങ്, എല്ലാ കാര്യങ്ങളും. അതിനോടൊപ്പം തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ഫോൺ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ ഈ ഫോൺ വിപണിയിൽ വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചില ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്. അപ്പോൾ റിലയൻസ് ജിയോയുടെ ഫീച്ചർ ഫോണിന്റെ അത്രയും സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോണല്ല നോക്കിയയുടെ വരാൻ പോകുന്ന ഫോണുകൾ ഒന്നും തന്നെ. അപ്പോൾ നമുക്ക് അഥവാ നോക്കിയയുടെ ഫോൺ ആദ്യം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് ജിയോയുടെ ഈ ഫോൺ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക്
നോക്കിയയുടെ ഫോണുകളിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ നോക്കിയയുടെ ഫോണും ജിയോയുടെ ഫോണും ഒരുമിച്ച് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നോക്കിയയുടെ 3310 എന്ന് പറയുന്ന ഫോൺ ആയിരിക്കുമോ നിങ്ങൾ എടുക്കാൻ പോകുന്നത്, അതോ ജിയോയുടെ ഈ ഫീച്ചർ ഫോൺ ആയിരിക്കുമോ നിങ്ങൾ എടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ജിയോയുടെ ഫോൺ എടുക്കത്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജിയോയുടെ ഫോൺ വേണ്ട എന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അല്ല, ഞാൻ നോക്കിയയുടെ ഫോൺ എടുക്കില്ല, ജിയോയുടെ ഫോണേ എടുക്കത്തുള്ളൂ എങ്കിൽ അതിനുള്ള റീസണും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.